എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഓഡിയോ ടൈപ്പാണ് എഴുതുന്നത്. ഇതിൻ്റെ ലിറിക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും എടുക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാർക്ക് മത്സരങ്ങൾക്കും സ്കൂൾ അസംബ്ലികൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന കുറച്ചുകൂടി ആകർഷകവും ലളിതവുമായ മറ്റൊരു ചാന്ദ്രദിന പ്രസംഗം താഴെ നൽകുന്നു. ചാന്ദ്രദിന പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ചാന്ദ്രദിന ആശംസകൾ. ഇന്ന് ജൂലൈ 21. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ കൈവരിച്ച ഏറ്റവും വലിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ചാന്ദ്രദിനം കൂടി കടന്നുവന്നിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ അത്ഭുതമായി നമ്മൾ നോക്കിക്കണ്ടിരുന്ന ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് 1969 ജൂലൈ 21 അമേരിക്കയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ച നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ചരിത്രം കുറിച്ച ദിവസമാണിത്. ഈ ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി പാദം പതിപ്പിച്ചത് നീൽ ആംസ്ട്രോങ് ആയിരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു ചുവടുവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ നിമിഷം അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ പ്രചോദനമാണ്. ഈ ചാന്ദ്രദിനത്തിൽ ഭാരതീയരായ നമുക്കും ഏറെ അഭിമാനിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISRO ഇസ്രോ ചന്ദ്രയാൻ ദൗത്യങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രന്റെ തെക്കൻ ധ്രുവത്തിൽ ആരും തൊടാത്ത ഇടത്ത് ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്യിച്ച് ഇന്ത്യ ലോകചരിത്രത്തിന്റെ നെറുകയിലാണ് ഇന്ന് നിൽക്കുന്നത്. കഠിനാധ്വാനവും ലക്ഷ്യബോധവുമുണ്ടെങ്കിൽ മനുഷ്യന് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് ഈ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളിലുള്ള ശാസ്ത്രബോധവും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ജിജ്ഞാസയും വളർത്തിയെടുക്കാൻ ഈ ദിവസം നമുക്ക് പ്രചോദനമാകട്ടെ. വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനുമുള്ള ആത്മവിശ്വാസം ഈ ചാന്ദ്രദിനം നമുക്കേവർക്കും പകരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.